മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീനിലേക്ക് ഞാൻ പോവാകട്ടെ. എന്നും താമസിച്ച് പോയി എഴുന്നേറ്റത്, ഒത്തിരി താമസിച്ച് പോയി. 5:30 എഴുന്നേൽക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇന്ന് പള്ളിയിലൊന്നും പോയില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ എൻ്റെ പാലപ്പവും ചിക്കൻ കറിയും അപ്പോൾ ഉണ്ടാക്കി കൊച്ചിന് ടിഫിനും കൊടുത്ത് വിടണമല്ലോ. ഒന്നുകൊണ്ട് ഞാൻ തലേദിവസം തന്നെ സവോളയും തക്കാളിയെല്ലാം ചിക്കനുകളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഞാൻ ചോപ്പറിൻ്റെ അകത്തേക്ക് ഒന്ന് 2-3 പ്രാവശ്യം ചോപ്പ് ചെയ്യും. അപ്പോൾ തിന്നായിട്ട് കിട്ടും, ഈ പണി എളുപ്പമാകും. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കത്തുള്ളൂ ചിക്കൻ കറിക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ചോപ്പ് ചെയ്ത് എല്ലാം സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് ഞാൻ വെച്ചു. പിന്നീട് അതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ്സിൻ്റെ അരപ്പകുതി ഇട്ട് കൊടുത്തു. അത് ഇനി ഉപ്പിട്ടിട്ടില്ല, കാരണം ഈ മാഗി ക്യൂബ്സിന് ഉപ്പുണ്ട്. ചിക്കന് ഞാൻ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് ഞാൻ ഉപ്പിടുള്ളൂ കേട്ടോ. പിന്നീട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേനും ഞാൻ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെക്കും. എന്നിട്ടത് നന്നായിട്ട് ഗ്രേവി ആയിട്ട് നല്ല കുറുകി വരും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ അവസാനം ലേശം തേങ്ങാപ്പാൽ ഒഴിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും 6:30 കൊച്ചിന് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ആ പാലപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അരിയും പച്ചരിയും ചോറും പുളിമാവും മാത്രമേ അരയ്ക്കുള്ളൂ. പിറ്റേ ദിവസം രാവിലെ കേൾക്കുമ്പോൾ ഞാൻ തേങ്ങ ചേർക്കുള്ളൂ. അപ്പോൾ ആ തേങ്ങ ഫ്രിഡ്ജിനകത്തിരിക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് തേങ്ങയും അരച്ചതിലേക്ക് വെച്ച് കേട്ടോ. ആവശ്യമുള്ള ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് ഞാനങ്ങ് വെച്ച് അത് 1 മണിക്കൂറും സെറ്റാകാൻ വെക്കും കേട്ടോ. പിന്നീട് ഞങ്ങൾ ചായ റെഡിയാക്കാൻ വെച്ചു. കൊച്ചിന് ചായ കൊടുക്കുമ്പോൾ കൊച്ചിൻ്റെ ചായക്കകത്ത് ഞാൻ ഒരു 1/4 പിഞ്ചോളം മഞ്ഞളിടും. മഞ്ഞൾ നല്ലതാണ് പിള്ളേർക്ക്. ഇമ്മ്യൂണിറ്റി പവറും കഫക്കെട്ടൊന്നും ഉണ്ടാവത്തില്ല. അത് കുറേ നാളായിട്ട് നിർത്തി വെച്ചേക്കുമായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് പിന്നെയും തുടങ്ങി. ഞാൻ അവനറിയാതെ മഞ്ഞളും ഇട്ടിട്ട് അതിൽ തിരിച്ച് പഞ്ചസാരയും കൂടി ഇടും. അപ്പോൾ പിന്നെ അത്ര മഞ്ഞളിൻ്റെ ചുവ വരത്തില്ല. ഒരു 1/4 പിഞ്ചോളം മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് ചായ കുടിക്കാനായിട്ട് പോയി. ഞാനും കൊച്ചുങ്ങളും ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് മിറ്റമൊക്കെ അടിക്കണം എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇന്ന് എന്തായാലും പള്ളിപ്പോക്ക് നടന്നില്ല. കാറ്റും ഒക്കെ ഏതാണ്ട് മുറ്റത്ത് മുഴുവൻ നാട്ടുകാരുടെ എല്ലാം ഉണ്ട്. അയൽവക്കത്തെ എല്ലാ ഇലകളും മുറ്റത്തുണ്ട് കാറ്റ് കാരണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുതേ. അങ്ങനെ എൻ്റെ മിറ്റം എല്ലാം അടിച്ചു കൂട്ടി വാരി കഴിഞ്ഞപ്പോഴത്തേനും സമയമായി. അപ്പം അവന് ചോറെല്ലാം റെഡിയാക്കണമല്ലോ, പൊതി കെട്ടണമല്ലോ. അപ്പോൾ ഞാൻ കയറി വന്ന് അവനുള്ള ചോറെല്ലാം അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചു. ചിക്കനും വറുക്കാനിട്ടു കേട്ടോ. ചിക്കനും വറുക്കാനിട്ടു. അപ്പോൾ എല്ലാം അങ്ങനെ എൻ്റെ രാവിലത്തെ എല്ലാം പരിപാടികളെല്ലാം തീരാറായി. അപ്പോൾ ചോറിൻ്റെ പൊതി കെട്ടുമ്പോഴത്തേനും ഞാൻ ചോറിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ അകത്ത് ഞാൻ വെജിറ്റബിൾസ് വെക്കും, അടിയിൽ, ചോറിൻ്റെ അടിയിൽ. എന്നിട്ട് അതിന് ഉപ്പ് കെട്ടിട്ടൊന്ന് കുഴച്ചെടുക്കും. എന്തായാലും ചോറ് കളയില്ല. അപ്പോൾ പച്ചക്കറി അവൻ്റെ ഉള്ളിൽ ചെല്ലും. അപ്പോൾ അവൻ്റെ ടിഫിനെല്ലാം കെട്ടി പിന്നെ പാലപ്പവും ചുട്ട് ഞങ്ങളങ്ങനെ കാപ്പ കുടിക്കാൻ പോയി കേട്ടോ. അപ്പം മസ്റ്റായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.